നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. നമസ്കാരം. വെട്ടം ടെലിവിഷൻ തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. ബി.ജെ.പിക്ക് കേരളത്തിൽ ഭരണസാധ്യതയുണ്ടെന്ന് തിരൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി കെ നാരായണൻ മാസ്റ്റർ. തൃക്കണ്ടിയൂരിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ വെട്ടം ടെലിവിഷനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി കെ നാരായണൻ മാസ്റ്റർ തെരഞ്ഞെടുപ്പ് പര്യടനം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. തൃക്കണ്ടിയൂരിലെ വീടുകളിലും പരിസരത്തും നാരായണൻ മാസ്റ്റർ വോട്ട് അഭ്യർത്ഥിച്ചു. ബി.ജെ.പിക്ക് കേരളത്തിൽ ഭരണസാധ്യതയുണ്ടെന്ന് തിരൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി കെ നാരായണൻ മാസ്റ്റർ പറഞ്ഞു. ഒന്നാം ഘട്ടം ഡിക്ലറേഷൻ വന്നതിന് ശേഷം ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കണം. ആദ്യഘട്ടത്തിൽ തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തിയതിന് ശേഷം ആദ്യം KK രാധാകൃഷ്ണൻ വക്കീലിൻ്റെ വീട്ടിൽ പോയി. ഇതിന് ശേഷമാണ് ബാക്കി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നമ്മുടെ തലക്കാടി ദേവി, ആദനാട് ഗോപാലകൃഷ്ണൻ എന്ന ബലിദാനികളുടെ വീട്ടിലാണ് പിന്നീട് പോയത്. KP രാമേട്ടൻ സംഘത്തിൻ്റെയൊക്കെ പ്രവർത്തനം നടത്തിയ രാമേട്ടൻ്റെ വീട് തുടങ്ങിയ CT ദാമോദരേട്ടൻ മുതലായ അങ്ങനെ മുതിർന്ന ആളുകളുടെ വീട്ടിലും ഒക്കെയാണ് നമ്മൾ ആദ്യം പോയത്. പിന്നെ കുറച്ച് കിയോട്ടേഴ്സ്. രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഇന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊച്ചു കൊച്ചു ടൗണുകൾ സമ്പർക്കം ആരംഭിച്ചു. അതിലിടയ്ക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞ ദിവസം എനിക്ക് വരാൻ പറ്റാഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് ദിനേശിൻ്റെ വീട്ടിൽ ഇന്ന് വന്നതാണ്. ഇന്നലെ റോഡ് ഷോയോടുകൂടി അതിൻ്റെ ഒരു പരസ്യപ്രചരണത്തിൻ്റെ ഒരു ലോഞ്ചിങ് തുടങ്ങി. മറ്റത് വീടുകളിൽ ഒറ്റപ്പെട്ട വീടുകളിൽ കയറുന്ന പ്രവർത്തനമായിരുന്നു. ഒരു മൂന്നാമത് എന്ന് പറയുന്നില്ല, രണ്ടാമതൊരു ഓപ്ഷനാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ LDFും UDFും ഒരേ തൂവൽ പക്ഷികളാണെന്നും അവരുടെ വാഗ്ദാനങ്ങളും അവരുടെ ഭരണങ്ങളും കണ്ടുമടുത്തെന്നും മോദി സ്റ്റൈലിലുള്ള ഒരു വികസിത കേരളം ഉണ്ടാവാൻ ഒരു ഓപ്ഷൻ അത് NDA ആണ് എന്നുള്ളത് അവരുടെ വാക്കുകളിലുണ്ട്, അവരുടെ വാഗ്ദാനങ്ങളിലുണ്ട്, അവരുടെ കണ്ണുകളിലുണ്ട്, അവരുടെ സഹകരണങ്ങളിലുണ്ട്. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന നയങ്ങൾ, ഒന്ന് വരുമാനം ഇല്ലാത്തൊരു സർക്കാർ, ഉണ്ടാക്കാൻ അറിയാത്തൊരു സർക്കാർ. ചെലവിൻ്റെ വരുമാനത്തിൻ്റെ 80% പലിശ കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും മാത്രം ഉപയോഗിക്കുന്ന ഒരു സർക്കാർ. വരുമാനദായകമായ ഒരു പദ്ധതികളും കൊണ്ടുവരാത്തൊരു സർക്കാർ. അതുപോലെ തന്നെ ഒരു സുരക്ഷിതത്വ ബോധമില്ലാത്ത നാട് ആയി മാറുകയാണ് കേരളം. സങ്കടമുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ യൂറോപ്യൻ കൺട്രികളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ജോലിയില്ല, ഇവിടെ നല്ല വിദ്യാഭ്യാസമില്ല. പ്രതിവർഷം 2.5 ലക്ഷത്തോളം വരുന്ന കേരളീയ യുവാക്കൾ, വളരെ സമർത്ഥരായ മക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 18 വയസ്സിനും 29 വയസ്സിനും ഇടയിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ 30% കേരളത്തിൽ. അതേപോലെ അതുകൊണ്ട് അവർക്ക് ജീവിതത്തിനൊരു സുരക്ഷിതത്വ ബോധം, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള ഒരർത്ഥത്തിലല്ല, അതിനപ്പുറത്ത് പ്രതീക്ഷ പോലുമില്ല. അതാണ് കേരളം. പിന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കുന്നത് പോലെ വെറും ഒരു ഭൗതിക ജീവിയൊന്നുമല്ല. മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഭൗതികവും ആത്മീയവുമായൊക്കെ ഒട്ടേറെ പടവുകൾ കയറാനുണ്ട്. അത് ആ ഒരു മനുഷ്യന് എന്ന നിലയിൽ വിവിധ മതങ്ങൾക്കും
സമുദായങ്ങൾക്കും ഒക്കെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കാത്തു സംരക്ഷിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ട്. അത്തരം കാര്യങ്ങളോടൊക്കെ വളരെ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന നിലപാടാണ് കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ടായിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് ഇടതേ കാലിലെ മന്ത് വലതേ കാലിലേക്ക് മാറ്റിയത് കൊണ്ട് ഇതിന് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. മാത്രമല്ല, കേരളത്തിൻ്റെ വികസന മുരടിപ്പിനുള്ള കാരണം LDFും UDFും മാറി മാറി ഭരിച്ചതുകൊണ്ടാണ്. രണ്ടിൻ്റെയും മുഖമുദ്ര രണ്ടെണ്ണമാണ്, ഒരേപോലെയാണ്. ഒന്ന് അഴിമതി, രണ്ട് തീവ്രവാദ മനോഭാവമുള്ളവരോടുള്ള പ്രീണന മനോഭാവം. അതുകൊണ്ട് ഇടതുപക്ഷ ഭരണത്തിൻ്റെ 10 വർഷത്തെ ഭരണം മാറിയാൽ മാത്രം പോരാ, അത് ഇടത് കാലിൽ നിന്ന് വലത് കാലിലേക്കായിട്ടും കാര്യമില്ല. വികസിത കേരളം ലക്ഷ്യം കാണുന്ന യുവാക്കൾക്ക്, നല്ല എഡ്യൂക്കേഷൻ ഉള്ള കുട്ടികൾക്ക് BTech, MBA അതുപോലുള്ള വ്യത്യസ്ത കോഴ്സുകൾ കഴിഞ്ഞ് പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന കേരളത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നത്തിനൊപ്പമുള്ള NDA ഗവൺമെൻറ് വരണം. C. ഷൺമുഖൻ, CV നരേന്ദ്രൻ, P. അനിൽദാസ്, PT ആലിഹാജി എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല.